2 ട്രിപ്പൊക്കെ ഇട്ട് 2 ട്രിപ്പ് പായസം ഇട്ടിട്ടിരിക്കുക. സീനാണ് ഗൈസ്, സീനാണ്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അതായത് ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് ഫാമിങ്ങിന് പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിക്കണം, ഈ വായി കുളിപ്പിക്കണം, ഉമ്മച്ചി റെഡിയാക്കണം. ഉമ്മച്ചിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ആകെ പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും നമുക്കിപ്പം മുന്നത്തെ പോലെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം കുറച്ച് സ്ലോ ഡൗൺ ആയിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ആകെ കോളായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉമ്മച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഉമ്മച്ചിയുടെ ഭയങ്കര ചങ്ക് ഫ്രണ്ടാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. കൈ വയ്യെങ്കിലൊന്നും കുഴപ്പമില്ല, എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവ കുളിപ്പിക്കണം, ഇവ റെഡിയാക്കണം. അതൊക്കെയാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ അടുത്ത പരിപാടി. ഇവ ഭയങ്കര വാശിയാണ്. ഇവ കുളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഓടിക്കളയും. പിന്നെ അവളെ പിടിച്ച് കുളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ ചടങ്ങാണ്. സോ ഞാൻ എന്തായാലും റെഡി ആവുന്നതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് എനിക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും കാണിച്ചിട്ട് ഞാൻ പോയി റെഡി ആവട്ടെ. ഇവർക്ക് കുറേ കൂട്ടുകാരുണ്ട്. പിന്നെ ചന്ദനായും പിന്നെ സൈക്കിൾ ശൈത്യ ആറ് വന്ന് ചെന്നൈയും ചെന്നായ എല്ലാവരും വെച്ച് കൂട്ടുകാരുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇത് വാവിൻ്റെ വൈറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഫേസ് വാഷ് ആണ്. നമുക്കറിയാം വൈറ്റമിൻ സിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കാനായിട്ടും അതുപോലെ കോംപ്ലക്ഷനൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യിക്കാനായിട്ടും അതുപോലെ തന്നെ 8 സ്പോട്ട് ഫൈൻ ലൈൻസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒന്ന് ഫെയ്ഡ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിലെല്ലാം തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. 98.7% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. സൾഫേറ്റ്, സിലിക്കൺ, പാരബൺ, കളറൊന്നും അടങ്ങിയിട്ടില്ല. അതുപോലെ എക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ്. വുമൺ എംപവർമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. ക്രുവാലിറ്റി ഫ്രീ ആണ്. ഹിമാലയൻ ബോൺ ആണ്. അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ വാവ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. നമുക്ക് മുന്നേ വാവിൻ്റെ പ്രോഡക്റ്റ്സ് ഓൺലൈനായിട്ട് മാത്രമേ കിട്ടുള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടൊരു റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രഷ് നമ്മുടെ ഫേസിൽ നല്ലോണം ഒന്ന് ഡീപ്പ് ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 റുപ്പീസാണ് കേട്ടോ. 150 ml ആണ് കേട്ടോ. 150 ml 399 റുപ്പീസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് വാങ്ങി നോക്കട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി. എല്ലാവരും പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. ഉമ്മച്ചിയൊക്കെ വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞു. ഇവായ സച്ചു മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പോട്ടെ. ഞങ്ങളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറവൂരാണ് കേട്ടോ സ്ഥലം. ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പപ്പ പുറകെ TV ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഉമ്മച്ചി ഇവായി മുന്നേ പോയിട്ടാ. അപ്പോൾ ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോട്ടെ. ചേച്ചി, ഇത് സുനിൽ ചേട്ടൻ വീടാട്ടോ. ഇത് ഉമ്മച്ചിയുടെ പണ്ടോട്ടുള്ള ചങ്ക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഉമ്മച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി? അതുകൊണ്ട് ഉമ്മച്ചി കൈ വയ്യാനിട്ടും എനിക്ക് പോണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഓടി പറഞ്ഞേക്കാണ്. എന്താ കശി പിന്നെ ചോറിട്ടാ? പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? 2 ട്രിപ്പൊക്കെ ഇട്ട് 2 ട്രിപ്പ് പായസം ഇട്ടിട്ടിരിക്കുക. അതിലൊന്നും ഇല്ല. വാ, സീനാണ് ഗൈസ്, സീനാണ്. ഉമ്മച്ചിയുടെ കൈക്ക് വേദന തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേഗം സ്ഥലം കാലിയാക്കാൻ പോവാ. കരയാണോ? ഇവിടെ ഇങ്ങനെ കാവൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ. കണ്ടേ
ഇവ അതേ ചിപ്സ് കട്ടി തിന്നണു. വാങ്ങി തന്ന ഷൂവാ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പോയിട്ട് വരാവേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് എങ്ങോട്ടാ പോണ്ടേ? നമുക്കിനി മാമിയുടെ വീട്ടിൽ പോണം. മാമി മൂക്കൊക്കെ പൊട്ടി. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് നേരെ അമ്മ വീട്ടിലോട്ട് പോകണ്ട, ഉമ്മച്ചിയുടെ വീട്ടിലോട്ട് പോവാണേ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഷോൾ കണ്ടത് നമുക്ക് ക്രീം ഹിജാബ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് മസ്റ്റാർഡ് യെല്ലോ കളറിൽ പ്ലീറ്റഡ് നോക്കി അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ലേസ് കട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള ടൈപ്പാണ് ഈ ഒരു ഷോള്. ഇതിന് തന്നെ വേറൊരു ക്രിങ്കിൾഡ് കോട്ടൺ ഒരു ബേബി പിങ്ക് കളർ ഉണ്ടായിരുന്നു, അത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ഷോളാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇത് തൃപ്രയാറാണ് ആളുടെ വീട്. ഞാൻ അവിടെ തൃശ്ശൂർ ഓഫിൻ്റെ വീട്ടിലുള്ളപ്പോൾ എനിക്ക് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ തൃപ്രയാർ ഏരിയാസിലൊരു 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം അവിടെ ഉമ്മച്ചിട്ട് വീട്ടിലൊക്കെ ഇരുന്നതിന് ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുക്കണം. കാരണം ഇന്ന് ഉച്ചയ്ക്ക് സദ്യ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ പായസമൊക്കെ കൂട്ടി നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം പണിയാ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വരാവേ. ആക്ച്വലി ഞാനൊന്ന് പോയി വന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഓൾമോസ്റ്റ് രാത്രി ആവാറായി. അതുകഴിഞ്ഞ് പിന്നെ ഫുഡും കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ അടുത്ത ഉറക്കം ഉറങ്ങി. അപ്പോൾ അങ്ങനെ ഉറങ്ങി തീർന്നിട്ടോ ഒരു ദിവസം. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ ക്യാമറ എൻ്റെ കയ്യിലെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഹിജാബ് ഉണ്ടല്ലോ, ഇതും ക്രം ഹിജാബ്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേബി പിങ്ക് കളർ ക്രിങ്കിൾ കോട്ടണിൻ്റെ ഹിജാബ് കേട്ടോ. അപ്പോൾ ഇതും ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്കറിയാമല്ലോ ക്രിങ്കിൾ കോട്ടൺ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഹിജാബാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. കുറേ വെറൈറ്റി ഹിജാബ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 1 വീക്ക് വീഡിയോ എടുക്കാനായിട്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉമ്മച്ചിക്ക് വയ്യാത്തതാണ്. നമ്മൾ അതിൻ്റെ കഷ്ടപ്പാടിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് ലാലാംച്ചിക്ക്, അതായത് ഉമ്മച്ചിയുടെ അനിയത്തിയാട്ടോ ലാലാംച്ചി ഞാൻ വിളിക്കണം, ലാലാംച്ചിക്കും വയ്യാണ്ടായി. ലാലാംച്ചിക്ക് കുറച്ച് ബ്ലീഡിങ്ങും ഇഷ്യൂസൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ലാലാംച്ചി ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഫുൾ ടൈം ബിസി ആയിരുന്നു. അതായത് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് ആരും ഇല്ല. ഞാനും സച്ചുവും സേബ എന്ന് വെച്ചാൽ ലാംച്ചിയുടെ മോളും. അപ്പോൾ ഞങ്ങൾ 3 ആളും തന്നെയാണ് ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി തിരിഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് ക്യാമറ ഒന്ന് കൈകൊണ്ട് ഓടാൻ പോലും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി അലാംച്ചിക്കിൻ്റെ സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഇനി അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് അടുത്ത വീഡിയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വേഗം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.